ഇപ്പോൾ ഒരു എക്സ്പ്രഷൻ വരും ഇവിടെ കഴിയോ. ഹലോ, സോ ഗൈസ്, നമ്മൾ കുറേ നാളായി ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിട്ട്. അപ്പം ഞാനത് വീണ്ടും പൊടി തട്ടിത്തൂത്ത് എടുക്കാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ. അപ്പം ഇന്ന് ഓഫ് ഡേ ആണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാം, പ്രോൺസ് ബിരിയാണി. എന്താവുമെന്നൊന്നും അറിയത്തില്ല. സോ നിങ്ങളും കൂടെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. എനിക്കിവിടെ വെറുതെ പണിയില്ലാണ്ട് ചുമ്മാ ഇരിക്കുവായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് വീഡിയോ കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് കുക്കിംഗ് സെഷനിലോട്ടൊക്കെ പോയാലോ. പ്രോൺസ് ഞാനിവിടെ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മസാല ഒന്നും ഇട്ടിട്ടില്ല. സോ നമുക്ക് തുടങ്ങാം. വലിയ പ്രോപ്പറായിട്ടുള്ള കുക്കോ കാര്യങ്ങളൊന്നും അല്ല ഗൈസ്. അടുത്ത് ഫോൺ വെച്ചിട്ടുണ്ട്. ഫോണിൽ ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കും. അപ്പോൾ നമുക്ക് എന്തായാലും പണിയിലോട്ട് തുടങ്ങാം. ഫസ്റ്റ് തന്നെ നമ്മൾ കുറച്ച് ചെമ്മീൻ എടുക്കുക. ചെമ്മീൻ ബിരിയാണിക്ക് ചെമ്മീനാണല്ലോ. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മുളക് പൊടിയില്ല. മുളക് പൊടി ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യും? ഞാനപ്പോൾ മുളക് പൊടി കണ്ടുപിടിച്ചിട്ട് തരാം. നമ്മുടെ ഭാഗ്യവശാൽ നമുക്ക് മുളക് പൊടി കിട്ടിയിട്ടുണ്ട്. മുളക് പൊടി കുറച്ച് ഉള്ളിലോട്ടായി പോയി. അതുകൊണ്ട് നമുക്ക് ഞാൻ കാണാതെ പോയതാണ്. ഒരു കാര്യം മറന്നുപോയി, ഞാൻ മൈക്ക് വെച്ചിട്ട് തരാം. എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കേട്ടില്ല എന്നുണ്ടെങ്കിലോ. തുടക്കത്തിലെ തന്നെ മണ്ടത്തരങ്ങളുടെ ഒരു കൂമ്പാരമാണ് ഗൈസ് ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അന്നിൽ ഇത്രയും നേരം കിടന്ന് ഘോരാ ക്യാമറയുടെ മുന്നിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. ചുമ്മാ ഒരു ഡൗട്ട് കാരണം എടുത്ത് നോക്കിയപ്പോഴേക്കും ഒന്നുമേ അതിൽ കേട്ടുകൂടാ, റെക്കോർഡിംഗ് അല്ലായിരുന്നു. സോ ഇപ്പോൾ നമ്മൾ സെറ്റാക്കിയതേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ചെയ്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ പ്രോൺസ് ഇല്ലേ, ഇതിൽ കുറച്ച് മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്തില്ല, കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. നമുക്കിനി നമ്മുടെ റൈസ് സെറ്റ് ചെയ്യണം. റൈസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 നാഴി എടുക്കണോ 3 നാഴി എടുക്കണോ എന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിലാണ്. രണ്ടും കൽപ്പിച്ച് നമുക്ക് 3 നാഴി അരി എടുത്ത് വെള്ളത്തിലിടാം. ഓക്കെ, ഐ തിങ്ക് ബിരിയാണി അരി ഇത്രയും വെള്ളത്തിലൊന്നും കഴുകുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാനിപ്പോൾ കുറേ വെള്ളത്തിൽ കഴുകി, ബട്ട് സ്റ്റിൽ എന്തോ ആയിക്കോട്ടെ, നമുക്ക് എന്തായാലും നോക്കാം. ട്രസ്റ്റ് ദ പ്രോസസ്സ് എന്ന് എൻ്റെ മൈൻഡ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് സെറ്റാകും. അപ്പോൾ നമ്മളിത് കുറച്ച് നേരം വെള്ളത്തിൽ, ഒരു അരമണിക്കൂറോളം വെള്ളത്തിലിങ്ങനെ വെച്ചിരിക്കണം. അത് എങ്കിൽ ബിരിയാണിക്ക് ഭയങ്കര ടേസ്റ്റ് കൂടുമെന്ന് അങ്ങനെ എന്തൊക്കെയാണ് ശാസ്ത്രം പറയുന്നത്. സോ നമുക്കത് അങ്ങനെ വെച്ചിരിക്കാം. ഇനി നമുക്ക് എന്താണെന്ന് അറിയാമോ, ഇതൊരു 10-15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ. കാരണം അത്രയും നേരത്തിൽ ഞാൻ മൈക്ക് സെറ്റ് ചെയ്തുകൊണ്ടിരുന്നു, പിന്നെ സൗണ്ട് റെക്കോർഡിങ് ആയത് നോക്കിക്കൊണ്ടിരുന്നു, അങ്ങനെയൊക്കെ ആയിട്ടിരുന്നു. അപ്പോൾ നമുക്ക് എന്തെയ്യണമെന്ന് വെച്ചാൽ ഇതിനി ഫ്രൈ ചെയ്തെടുക്കണം. ഗൈസ്, ചെറുതായിട്ട് ഇതിൽ പണി പാളിയെന്ന് എനിക്കൊരു ഡൗട്ടില്ലാതില്ല. കാരണം ഇത് നല്ല റെഡ് കളറായിട്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു എരിവുണ്ടായിരുന്ന മുളക് പൊടിയാണ്. അത് ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടോന്നൊരു ഡൗട്ട്. ബട്ട് സെറ്റാക്കും നമ്മൾ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ. നമുക്കുണ്ടല്ലോ, ഇത് ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് സവാള ഒന്ന് കട്ട് ചെയ്ത് വെച്ചേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നീടാകുമ്പോൾ എൻ്റെ മൂഡ് പോവും. സവാള എനിക്ക് കട്ട് ചെയ്യുന്നത് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാണ്. സോ ഫസ്റ്റ് നമുക്ക് സവാള അങ്ങ് കട്ട് ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ മെയിൻ പരിപാടി കഴിഞ്ഞു. സവാള അരിയലാണ് എനിക്ക് ഏറ്റവും ടാസ്ക്. സാധാരണ കണ്ണനാണ് എനിക്ക് സവാള അരിഞ്ഞു തരുന്നത്. പക്ഷേ ഇപ്പം നമുക്ക് കണ്ണനില്ലാത്തത് കൊണ്ട് അരിയേണ്ടി വരും. അപ്പോൾ നമുക്ക് സവാള കട്ട് ചെയ്തൊന്ന് മാറ്റി വെച്ചേക്കാം. എന്നിട്ട് നമുക്ക് പരിപാടിയിലോട്ട് തുടങ്ങാം. ബാക്കിയെല്ലാം സിമ്പിൾ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് സവാള ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഫസ്റ്റ് നമുക്ക് 2 സവാള എടുത്ത് നോക്കാം. 2 സവാള എടുത്തിട്ട് നമുക്കത് കട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആ അളവിനുള്ള സവാള മതിയൊന്ന് നോക്കാം. ഏത്? അത് തന്നെ. അപ്പം സവാള കരിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ കരഞ്ഞൊക്കെ പോകും. ബട്ട് നെവർ മൈൻഡ്. ദ മെയിൻ ടാസ്ക് എന്തെന്ന് വെച്ചാൽ രമണ, കൈ വയ്യ ആണ് ഏറ്റവും വലിയ ടാസ്ക്. എനിക്കിവിടുത്തെ തണുപ്പത്ത് കുറച്ചും കൂടെ, എനിക്ക് ഓൾറെഡി കൈ അലർജി ഇருக்கு. എന്തെന്ന് വെച്ചാൽ സോപ്പ്, ഉള്ളി, അങ്ങനെ കണ്ട പത്രാദീൻ്റെയൊക്കെ ഒരു അലർജി ഇருக்கு. സോ ഞാൻ അധികം ഇങ്ങനെ സവാള കട്ട് ചെയ്യാറേയില്ല. ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് സാധാരണ കണ്ണൻ നേരത്തെ എനിക്ക് അരിഞ്ഞ് വെച്ചിട്ടങ്ങ് പോകും. പക്ഷേ ഇന്നലെ ഞാൻ പറയാൻ മറന്നുപോയി. അതുകൊണ്ട് ഇന്ന് നമുക്ക് കട്ട് ചെയ്യേണ്ടി വരുന്നു. ഇറ്റ്സ് വെരി ടാസ്ക്, യു നോ. നീളത്തിൽ എങ്ങനെ അരിയണം? നീളത്തിൽ അരിയണോ?
എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് അരിയാം അല്ലേ? നമുക്ക് നീളത്തിരിക്കാം. ഷെഫ് അരിയുന്ന പോലെ സ്പീഡായിട്ട് അരിയാനൊന്നും എനിക്കറിയത്തില്ല ഗൈസ്. സോ നമ്മൾ അരിയുന്നതേ പുണ്യമാണ്. നീര് തുടങ്ങി ഗൈസ്. ഞാൻ എത്ര നേരം ആലോചിക്കുമായിരുന്നു, വാവ് ശ്രീലക്ഷ്മി യു ആർ ഗുഡ്, കറിയുന്നില്ല എന്നൊക്കെ. പക്ഷെ കഴിഞ്ഞു പോയി. സവാള നമുക്ക് കട്ട് ചെയ്തതൊക്കെ മേടിക്കാൻ കിട്ടുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നല്ലേ. ഞങ്ങളിവിടെ ആലോചിക്കും, തേങ്ങയൊക്കെ കട്ട് ചെയ്തത് മേടിക്കാൻ കിട്ടും, പക്ഷെ സവാള കിട്ടത്തില്ല. ഗൈസ് ഞാൻ അപ്പോൾ കരഞ്ഞിട്ടൊക്കെ വരാം. അപ്പോൾ ഗൈസ് സക്സസ്ഫുള്ളി ഞാനിവിടെ 2 സവാള കണ്ണീരൊക്കെ ഒഴുക്കി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തോ ചെയ്യണം, നമുക്ക് പ്രോൺസ് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിതിങ്ങനെ ഒന്ന് വറുത്തെടുക്കുക. വറുത്തെടുത്തിട്ട് നമ്മുടെ നെക്സ്റ്റ് പ്രൊസീജിയർ, നമ്മൾ അരി അവിടെ സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. എണ്ണ ചൂടാവട്ടെ. ഇത് പൊട്ടിത്തെറിക്കുമെന്ന് അറിയത്തില്ല ഗൈസ്, എന്നാലും നമുക്ക് അപ്പോൾ ഗൈസ് ഞാൻ നമ്മുടെ പ്രോൺസ് ഇവിടെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇട്ട മസാലയില്ലേ, പ്രോൺസ് നമ്മൾ സെറ്റ് ചെയ്തെടുത്ത ആ മസാലയിൽ തന്നെ നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യണം. എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതൊന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലോട്ട് 2 പട്ട, ഏലക്ക, ഗ്രാമ്പു ഇതും കൂടെ ചേർത്തിട്ട് നമ്മളിതൊന്ന് കരിഞ്ഞു പോകാതെ ജസ്റ്റ് ഒന്ന് എടുക്കുക. എണ്ണ ഒന്ന് ഞാൻ കുറച്ചൊന്ന് ഫ്ലെയിം കഴിക്കുമായിരുന്നു ഇടയ്ക്ക്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെച്ചപ്പോഴേക്കും എണ്ണയുടെ ചൂടൊക്കെ ഒന്ന് മാറിപ്പോയി കേട്ടോ. സോ ഇതിലൊന്ന് കുറച്ചൊന്ന് മൂക്കട്ടെ. ഒരുപാട് കരിഞ്ഞു പോയത് പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്, ബട്ട് കരിയാണ്ട് നമ്മൾ നോക്കണം. എണ്ണ ചൂടായിട്ട് ഇട്ടാൽ മതിയായിരുന്നു, പക്ഷെ ഞാൻ ഓർത്തില്ല, ഞാൻ പെട്ടെന്ന് ഏറി ഇട്ടുപോയി. കുഴപ്പമില്ല. നമ്മുടെ എണ്ണ ഇപ്പോഴാണ് ഒന്ന് ചൂടായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇട്ട സാധനങ്ങളൊന്നും കരിഞ്ഞു പോകരുത്. 2 പട്ട, ഒരു 5 ഗ്രാമ്പു ഇട്ടിട്ടുണ്ട്, 3 ഏലക്ക, ഇത്രയാണ് നമ്മൾ ഇട്ടത്. ഇനി ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് പ്രൊഫഷണലായി സംസാരിക്കുന്ന കണ്ടിട്ട് നിങ്ങൾ തോന്നുന്നു വിചാരിക്കും ഞാൻ വലിയ കുക്കാണെന്ന്. അല്ല ഗൈസ്, ഇവിടെ വന്നിട്ട് തുടങ്ങിയതോ. പക്ഷെ ഇപ്പം അത്യാവശ്യം ഉണ്ടാക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്തത് 2 ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ണിലൊക്കെ കുറച്ച് തെറിക്കുന്നല്ലോ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് തെറിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ തെറിക്കുന്നതൊക്കെ എനിക്കിഷ്ടം. വാട്ട് ഇസ് ദിസ്? നമ്മൾ ഇതിലോട്ട് എന്ത് ചെയ്യണമെന്നറിയാവോ? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ പ്രൊഫഷണലാണെന്ന്. നമ്മളിനി ഇതിലോട്ട് എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സവാള ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ അരിഞ്ഞ വെച്ച സവാള കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ സവാളയ്ക്ക് ഈ മസാലയിൽ കിടന്ന് ഇങ്ങനെ സെറ്റായിട്ട് വരണം. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. കാണിച്ചു തരാം. ഷെഫൊക്കെ ഉണ്ടാക്കുന്ന ഒരു ലുക്കിൽ വന്ന് ഗൈസ് എൻ്റെ സവാള കാണിച്ചു തരാം.
നമുക്ക് കണ്ടോ? വാവ്. ഇനി ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഓക്കെ, ഒന്ന് വാടി സെറ്റായിട്ട് വരണം. ഇത് അപ്പോഴേക്കും ഒരു വാസന അങ്ങോട്ട് അടിക്കും. എനിക്ക് ഇതിങ്ങനെ വാസന അടിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. നല്ല സെറ്റ് കളറിലും നല്ല സെറ്റ് സ്മെല്ലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇത് കുറച്ചൊന്ന് വാടട്ടെ. അപ്പം ഞാനിത് ഒരു 1 മിനിറ്റോളം ഇങ്ങനെ നടന്ന് വഴറ്റിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് സെറ്റായിട്ട് വരുന്നുണ്ട് അത്. അപ്പോഴേക്കും നമ്മൾ എന്തോ ചേർക്കണമെന്ന് അറിയാമോ? ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തുവാ, 2 തക്കാളിയും ഒരു 4-5 പച്ചമുളകും. ഇതും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുവാണേ. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇതിൻ്റെ കളർ കുറച്ചും കൂടെ അങ്ങോട്ട് മാറും. ഓരോ സ്റ്റെപ്പിലും ഇതിൻ്റെ കളർ മാറുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഗൈസ്. ഇതിങ്ങനെ കളർ മാറി ഇതിങ്ങനെ വഴറ്റി കൊടുത്തിട്ട് എന്തോ ചെയ്യണമെന്ന് അറിയാവോ? 1 മിനിറ്റോളം വീണ്ടും വഴറ്റി കൊടുക്കുക. ഇങ്ങനെ വഴറ്റി കൊടുത്തിട്ട് നമ്മളിതിലോട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. സവാള വാടാൻ വേണ്ടിയിട്ടുള്ളൊരു ഉപ്പ്, അളവൊന്നുമില്ല. എനിക്ക് എൻ്റെ ഒരു ഇതിനങ്ങ് ഇട്ടതാണ്. നമുക്ക് ലാസ്റ്റ് അറിയാം ഈ ഇതിനിടുന്നതൊക്കെ സെറ്റ് ആവുന്നുണ്ടോ ഇല്ലയോ. ഇനി ഇതിലോട്ടൊരു ശകലം മഞ്ഞപ്പൊടിയും കേട്ടോ, ഇത്രയും ഇട്ടിട്ടുണ്ട്. ഇതും കൂടെ ചേർത്തിട്ട് ഇങ്ങനെ അങ്ങ് വഴറ്റി കൊടുത്തിട്ട് നമ്മളിനി ഈ തക്കാളിയൊക്കെ വേവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നേരം അതൊന്ന് അവിടെ സെറ്റ് ആവട്ടെ. അപ്പോൾ ഗൈസ് ദേ നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ നല്ല രീതിക്ക് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റോളം ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രീതിക്ക് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഈ തവി കൊണ്ടിട്ട് കുറച്ചും കൂടെ ഒന്ന് ഉടച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലോട്ട് എന്ത് ആഡ് ചെയ്ത് കൊടുക്കണം? നമ്മൾ നേരത്തെ വെള്ളം ഒഴിച്ച് വെച്ചിരുന്ന അരി വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ, ഞാൻ 1/2 മണിക്കൂർ കഴിഞ്ഞ്. അപ്പോൾ ഈ അരി നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അരി ഇതിലോട്ട് ഇട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്ത് ഒരു 2-3 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കണം. 3 നാഴി അരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല രീതിക്ക് ഇതിലൊന്ന് വറുത്ത് സെറ്റാക്കി എടുക്കുക. ഇതിൻ്റെ കൂടെ ഉണ്ടല്ലോ നമുക്കൊരു സാധനം കൂടെ ചേർക്കാനുണ്ട്. ദാറ്റ് ഈസ് നെയ്യ്. നെയ്യ് ഞാനൊരു 1 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ആഡ് ചെയ്യാം. പക്ഷേ ഞാനിവിടെ കുറച്ചേ ഇപ്പം ആഡ് ചെയ്യുന്നുള്ളൂ. ഇവിടെ തണുപ്പ് കാരണം കട്ടയായിട്ടിരിക്കുന്നതാണ് കേട്ടോ. ഒരു ശകലം കൂടി ഇട്ടേക്കാം, ടേസ്റ്റ് വരും. ടേസ്റ്റ് കമോൺ. ഓക്കെ, ഇനി നമ്മൾ എന്തോ ചെയ്യണം? ഇതെല്ലാം കൂടെ ഈ നെയ്യിനാദ്യം താഴെ നമ്മൾ മൂട്ടിലിട്ട് അലിയിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ എന്തോ ചെയ്യും എന്ന് ചോദിച്ചാൽ ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോഴത്തേ നമ്മളൊരു 2-3 മിനിറ്റ് ഇത് നല്ല രീതിക്ക് ഇങ്ങനെ മസാലയുമായിട്ട് ചോറിങ്ങനെ സെറ്റാക്കി എടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് ഗരം മസാലയാണ്. ഗരം മസാല ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്. ഇതൊരു 1/2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വീണ്ടും നല്ല രീതിക്ക് അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതും ചേർത്ത് അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മളിതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് തേങ്ങയാണ് കേട്ടോ. കുറച്ച് തേങ്ങ കൂടെ ആഡ് ചെയ്യണം. അത് 1 കപ്പ്.
1 കപ്പ് തേങ്ങ കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്മളിതെല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്യണം. തേങ്ങ ചേർക്കുന്നത് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും എന്നൊക്കെയാണ് ഞാൻ വീഡിയോയിൽ കണ്ട ചേച്ചി പറഞ്ഞത് കേട്ടോ. അപ്പം ഐ ട്രസ്റ്റ് ദാറ്റ് ചേച്ചി. എന്നിട്ട് നമ്മളിതെല്ലാം കൂടെ ഇങ്ങോട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് വെള്ളത്തിൻ്റെ കളിയാണ്. വെള്ളം നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. അപ്പം 3 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സോ അതിന് എൻ്റെ വീഡിയോയിൽ കണ്ട ചേച്ചി 2 കപ്പ് നാഴി അരിക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു. സോ ഞാൻ 3 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം ഒഴിക്കുന്നു. അങ്ങനെ തന്നെയല്ലേ ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ 2 കഴി ആയിരിക്കും. നമുക്ക് എന്തായാലും 4 കപ്പ് വെള്ളം ഒഴിച്ച് നോക്കാം. സോ ഞാൻ വെള്ളം എടുക്കട്ടെ. നമ്മളിത് 4 കപ്പ് അരിക്ക് 3 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ. ഒരു കപ്പും കൂടെ ആഡ് ചെയ്യാനുണ്ട്. ബിക്കോസ് അതിൽ കൊണ്ടില്ല ഗൈസ്. സെറ്റ്. നമ്മുടെ വെള്ളമൊക്കെ ഇവിടെ ഇങ്ങനെ സെറ്റായിട്ട് കിടപ്പുണ്ട്. ഇതാണ് നമ്മുടെ അരിയുടെ അവസ്ഥ. ഇപ്പം നല്ല വെള്ളത്തിൽ സെറ്റായിട്ട് കിടപ്പുണ്ട്. നമുക്കിനി ഇതിൽ ഉപ്പ് ചെക്ക് ചെയ്യാനുണ്ട്. ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കണം. നമുക്ക് എന്ത് ചെയ്യാം? ഉപ്പ് ചെക്ക് ചെയ്യാം. സത്യം പറഞ്ഞാൽ എനിക്ക് ഉപ്പ് നോക്കാൻ അറിയത്തില്ല ഗൈസ്. എന്നാലും നമുക്ക് കുറച്ചും കൂടി ഇട്ടേക്കാം ഉപ്പ്. അയ്യോ കൂടിപ്പോയോ? എല്ലാം പോയി. തേങ്ങയുടെയും എല്ലാത്തിൻ്റെയൊക്കെ ടേസ്റ്റ്. പക്ഷെ ഞാനിങ്ങനെ നോക്കി വരുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവസാനം വെച്ച് വരുമ്പം കൊള്ളായിരിക്കും. അതാണ് എൻ്റെ പ്രതീക്ഷ. നമുക്ക് നോക്കാം. മനസ്സിലാവുന്നില്ല. എനിവേ കുറച്ചും കൂടി ഉപ്പിടുന്നു. ഇതിപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന പോലെ അല്ലേ? വേണ്ട ഗൈസ്, ഇനി ഉപ്പിടണ്ട. ഇനി നമ്മളിത് ഉപ്പൊക്കെ ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇപ്പോൾ തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം. അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് അത് കുറച്ചൊന്ന് സെറ്റ് ആവട്ടെ. നമ്മൾ ഫൈനൽ സ്റ്റേജിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. യുനോ, അതും കൂടെ സെറ്റായി കഴിഞ്ഞാൽ ഫിനിഷ് കഥം. റൈസ് ഒന്ന് സെറ്റായാൽ മാത്രം മതി. നമുക്ക് നോക്കാം. കുറച്ചൊരു 5-6 മിനിറ്റ് അതങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഒരു 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാവേ. വാവ്, റൈസ് ചോറ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കാണുന്നില്ല അല്ലേ? കാണിച്ചു തരാം. ഇത് വെന്തോ ഇല്ലെന്ന് നമുക്ക് കുറച്ചും കൂടെ വേവാണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ അടച്ച് വയ്ക്കാം. സെറ്റ് ആവുന്നുണ്ട് ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് സ്റ്റെപ്പിൽ സെറ്റ് ആവുമെന്ന്. അത് ഇനി കുറച്ചും കൂടെ ആവാനുള്ളൂ. നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് തുറന്നു നോക്കാം. നമ്മുടെ റൈസ് ഏതാണ്ടൊക്കെ ആയിട്ടുണ്ടാവും. സെറ്റായിരിക്കും. ഇനി നമ്മൾ എന്തെയാണെന്ന് അറിയാമോ? ചോറ് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അതൊക്കെയാണ് അതിൻ്റെ ഒരു ശാസ്ത്രീയമായ ഒരു രീതി എന്നൊക്കെയാണ് കാരണവർ പറഞ്ഞിരിക്കുന്നത്. സോ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ആദ്യം ഞാൻ പ്രസ് ചെയ്യട്ടെ. അതായത് രമണ നമ്മളിങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. ഓക്കെ, നമ്മളിങ്ങനെ നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? നിരത്തി വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതിന് പുറത്ത് മല്ലിയില ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് സ്റ്റെപ്പ്. മല്ലിയില കുറച്ചേ ഉള്ളൂ ഗൈസ്. സോ നമുക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം.
ഓക്കെ, ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം, നമ്മുടെ ചെമ്മീൻ ബിരിയാണിയുടെ ചെമ്മീൻ നമ്മളിവിടെ ഇങ്ങനെ തട്ടി കൊടുക്കുക. നിറച്ചിങ്ങനെ വെച്ച് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മളിതിനെ വീണ്ടും ഒരു 5 ഓ വാവ് എന്ത് രസമായിട്ടുണ്ട്. കാണിച്ചു തരാം. ഞാനിവിടെ പറയുന്നില്ല, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ല അവസാനം സെറ്റായിട്ട് വരുമോ. വാവ്, ഇത് ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത്. ഗൈസ് നോക്ക്, എൻ്റെ ചെമ്മീൻ ബിരിയാണി എന്ത് അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ ഇത് ടേസ്റ്റ് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അത് കണ്ണം വന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ബട്ട് ഇപ്പോൾ കാണാൻ ഭയങ്കര അടിപൊളിയല്ലേ. വാവ്, എനിക്കിഷ്ടപ്പെട്ടങ്ങ് വല്ലാണ്ട്. നല്ല രസമുണ്ടല്ലേ. ഓ എസ്തെറ്റിക് വൈബ്. ഗൈസ്, ഞാനുണ്ടാക്കിയ ബിരിയാണി കണ്ടോ? ഉഫ്, സെറ്റ്. എനിക്ക് കണ്ടിട്ട് അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഇനി നമ്മൾ എന്താണെന്ന് അറിയാവോ, ഇനി നമ്മൾ ഇതിൻ്റെ ലിഡ് ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ അങ്ങ് അടച്ചു വയ്ക്കുക. പണി തീർന്നു. ഇനി നമ്മളൊരു 5 മിനിറ്റും കൂടെ വെച്ചിരുന്നാൽ മതി. അപ്പോൾ അതൊന്ന് ദമ്മൊക്കെ ആയിട്ട് എന്തൊക്കെയായിട്ട് ടേസ്റ്റ് കൂടും. അതായത് നമ്മുടെ ഈ പ്രോൺസിൻ്റെ ഫ്ലേവർ അങ്ങോട്ട് അതിലോട്ട് ഇറങ്ങും. അപ്പം ഭയങ്കര ടേസ്റ്റ് ആവും. പ്രോൺസിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി നമ്മുടെ പ്രോൺസ് ബിരിയാണി സെറ്റായി. വാവ്, ഇനി നമുക്കിത് അപ്രൂവൽ കിട്ടണമെന്നുണ്ടെങ്കിൽ കണ്ണം വരണം. അപ്പം അതിന് മുന്നേ ഞാൻ ഇതൊക്കെ ഒതുക്കിയിട്ട് വരാം. അപ്പോഴേക്കും അത് സെറ്റാവും. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മൾ പറഞ്ഞ സമയം ആയിരിക്കുകയാണ്. 4-5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബിരിയാണി തുറന്ന് നോക്കാം. നല്ല മണം ഇരിക്ക് ഗൈസ്, നല്ല മണം, ഫുൾ വാസന. അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണൻ വരുന്നത്, ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാരണം വന്നിട്ട് നമുക്ക് ടേസ്റ്റ് പണി പാക്കലാം. ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം റിവ്യൂ എന്താവുമെന്ന്. ഞാനും ടേസ്റ്റ് ചെയ്ത് ഇപ്പം ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തതല്ലേ ഉള്ളൂ. അപ്പം അതെന്താവുമെന്ന് അറിയത്തില്ല. എന്തായാലും സംഭവം ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടേസ്റ്റും ഉണ്ടാകുമായിരുന്നാൽ മതിയായിരുന്നു. അപ്പം നമുക്ക് അവൻ വന്നിട്ട് കാണിച്ചു തരാം. ഞാൻ അപ്പോഴേക്കും ബാക്കി എൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യട്ടെ. ഒന്നും കൂടെ നിങ്ങൾക്ക് എൻ്റെ ബിരിയാണി കാണണമെന്നൊക്കെ തോന്നും, എനിക്കറിയാം. ഐ നോ നിങ്ങളുടെ മനസ്സ്. സോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് നമ്മുടെ സാധനം. ഈ മോനെ കണ്ടോ കണ്ടോ കണ്ടോ. സോ ഗൈസ്, നമ്മളുടെ ബോസ് വന്നു. ഇനി നമ്മൾ ദമ്മ് പൊട്ടിക്കൽ ചടങ്ങിലോട്ടാണ് പോകുന്നത്. ദമ്മ് പൊട്ടിക്കലിനൊന്നും എനിക്കിഷ്ടമല്ല. സോ ഞാൻ ഇവനെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സോ ഗൈസ്, നമ്മുടെ ബിരിയാണി ഇവിടെ ട്രൈ ചെയ്ത് നോക്കാൻ പോവുകയാണ്. ഓക്കെ, നീ കഴിച്ചു നോക്കണം. റെസിപ്പി പറയില്ല, സോറി. റെസിപ്പി അല്ല ഞാൻ ചോദിച്ചത്, ഫ്രൈ ചെയ്ത്. യെസ്. കൊള്ളാമോ? സൂപ്പർ. കൊള്ളാം. സൂപ്പർ അല്ല എന്നുവെച്ചാല് അടിപൊളി, ഭയങ്കര. എങ്ങനെ നീ പറയാൻ പറ്റൂലേ? അത് നിനക്ക് പറഞ്ഞ വീഡിയോക്ക് വേണ്ടി നിനക്ക് പറഞ്ഞോളെ. വീഡിയോ എനിക്ക് അഭിനയിക്കാൻ ഞാൻ ഉള്ളതുപോലെ ഞാൻ പറയുള്ളൂ. പക്ഷെ കൊള്ളാം. കൊള്ളലെന്ന് പറയാൻ പറ്റില്ല. കൊള്ളാം, നല്ല ബിരിയാണി. പക്ഷെ അടിപൊളി ഇങ്ങനെ പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല. പക്ഷെ കൊള്ളാം. ഓക്കെ ഗൈസ്, അപ്പം ഇനി ഞാൻ കഴിച്ചു നോക്കട്ടെ. സോ ഗൈസ്, ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി കഴിച്ചു. റിയൽ എക്സ്പ്രസ് ചെയ്യണമേ കേട്ടോ. റിയൽ എക്സ്പ്രസ് ചെയ്താവോ, ഇല്ലാത്ത എക്സ്പ്രസ് ചെയ്തല്ലേ. ആ സത്യസന്ധമായിട്ടേ പറയത്തുള്ളൂ. എന്നെ നോക്ക്. അത് പിടിച്ച ഇപ്പൊ ഒരു എക്സ്പ്രഷൻ വരും. എവിടെ വീഡിയോ കൊള്ളാം ഗൈസ്, കൊള്ളാം ഗൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം, അത്രേ ഉള്ളൂ. ഭയങ്കര അടിപൊളി, ഭയങ്കര സൂപ്പർ എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ബിരിയാണി വെച്ചത് കൊള്ളായിരുന്നു. ബിരിയാണി കൊള്ളായിരുന്നു അല്ലേ? ബിരിയാണി അടിപൊളിയായിരുന്നു. അത് സൂപ്പറായിരുന്നു. പക്ഷെ ഇത് കൊള്ളില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. ബട്ട്
കൊള്ളാം, നൈസ്. വാവ്, നീ സത്യം പറഞ്ഞു. എന്നെ സ്ക്രീനിങ് കിട്ടില്ല, അതാണ് പ്രശ്നം. എൻ്റെ ബിരിയാണി സക്സസ് ആയിരിക്കണം ഗൈസ്. നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. എനിത്തിങ് ടു സേ? റെസിപ്പി പറഞ്ഞു കൊടുത്താ? അതൊക്കെ ഞാൻ ഉണ്ടാക്കിയപ്പോഴേ പറഞ്ഞു കൊടുത്തു. നിങ്ങൾക്കപ്പോൾ ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം, സംഭവങ്ങളാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ കഴിക്കട്ടെ. അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഉടനെ. സൈനിങ് ഓഫ് ബൈ ശ്രീലക്ഷ്മി. സൈനിങ് ഓഫ് ബൈ ശ്രീലക്ഷ്മി.